ശ്രീ തോമസ് കെ തോമസ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. പൊതുമരാമത്ത് വിനോദസഞ്ചാര മേഖലയിൽ സമാനതകളില്ലാത്ത വളർച്ച കൈവരിച്ചൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. സാർ, പൊതുമരാമത്തും ടൂറിസവും ഭക്ഷ്യവും 3 പ്രത്യേക എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ അത് നമുക്കറിയാം. നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, വ്യത്യസ്തങ്ങളായ ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും ഭരിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ മുന്നണി വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് പുറകെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്നാൽ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പല പിഴവുകളായിരിക്കാം, അതൊന്നും സംഭവിച്ചില്ല. വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയമാണ്. നേരത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗൊക്കെ ഉള്ളെങ്കിൽ ഇന്നും അതൊക്കെ മാറ്റി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി അല്ലേ, അതുപോലെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിനും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ അവരൊന്നും ഇല്ലാത്തവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പം പഴയ പോലെ ഒരു ഏകാധിപത്യ ഭരണം നടക്കാൻ സാധ്യത കുറവാണ്. ഇവരെല്ലാം ഒന്ന് സഹകരിക്കാമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. സാർ, നമ്മുടെ വിഷയം നമുക്ക് ലഭിക്കാനായിട്ടുള്ള സമ്പത്ത് ലഭിക്കുന്നില്ല. അപ്പം കുട്ടനാടിനെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച് എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ജോബ് മൈക്കിൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഈ നെല്ലെടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കാശ് കൊടുക്കുന്ന ഒരു സംവിധാനം വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ നമ്മളെ സഹായിക്കാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. കാരണം നമ്മളെടുക്കുന്ന നെല്ല് അത് അരിയായി വിപണിയിൽ വന്നിട്ടാണ് ഈ പൈസ വരുന്നത്. ആ സമയം വരെ നമുക്ക് നോക്കിക്കാൻ ഒക്കത്തില്ല. സ്പോട്ടിൽ തന്നെ കർഷകർക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പല സമയങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതൊന്നും ലഭിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും സമയത്ത് നടക്കാതെ പോകുന്നത്. പല കർഷകർക്കും പൈസ കിട്ടാനെന്നുള്ളത് സത്യം തന്നെയാണ്. അതൊന്നും മറച്ചു വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ എന്നാൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രിയങ്കരനായ GR അനിലിൻ്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യവകുപ്പ് നടക്കുന്നത്. വളരെ നല്ല മന്ത്രിയാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും കാര്യക്ഷമയോടെ ചെയ്യുന്ന ആളാണ്. പക്ഷേ സാർ, കാശ് കിട്ടാതെ എത്ര നല്ല ആളാണെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പം കേന്ദ്ര ഗവൺമെൻറ് പൈസ തരണം. പൈസ തന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സുഖമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ പേടിക്കേണ്ട, കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഏറ്റവും എൻ്റെ പ്രിയങ്കരിയായ സഹോദരി പ്രതിഭ, കായംകുളം MLA, അദ്ദേഹം ആ സഹോദരി ശരിക്കും എൻ്റെ വോട്ടറാണ്. കാരണം തകഴി പ്രദേശത്ത് ജീവിക്കുന്നതാണ്. കുട്ടനാടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. കാരണം ടൂറിസം ഒരു ദോഷവുമില്ല, വളരെ ശക്തിയായ MLA അല്ലേ, കാരണം കായംകുളത്ത്. അപ്പം ടൂറിസത്തിൻ്റെ വികസനം അത് ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടനാട് പോലുള്ള പ്രദേശം ടൂറിസത്തിൻ്റെ വികസനം വളരെ നല്ല രീതിയിൽ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹൗസ് ബോട്ട് ടെർമിനലുണ്ട്. പ്രിയങ്കരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ഹൗസ് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചതാണ്. പക്ഷേ അത് ഒരു ശവകുടീരം പോലെ അവിടെ കിടക്കുക, ഒരു പ്രയോജനവുമില്ല. കാരണം എന്തിനാണെന്ന് അങ്ങനെ പണിതൊന്നും അറിയത്തില്ല. അത് കായലിൻ്റെ നടുക്കൂടെ ഏകദേശം ഒരു 100-300 മീറ്റർ അങ്ങ് കായലിൻ്റെ നടുഭാഗം വരെ പോയിരിക്കുകയാണ്. സാർ, ഇന്നത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ശരിക്കും അത് ആ പഞ്ചായത്തിന്, കൈനകരി പഞ്ചായത്തിന് അത് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ അതിനെ പ്രവർത്തനക്ഷമതമാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. കാരണം ഇന്ന് അത് മറ്റ് പല കാര്യങ്ങളും അവിടെ വിഹരിക്കുന്നുണ്ട്. ആ വിവരം വ്യക്തിപരമായിട്ട് മന്ത്രിയോടും അതുപോലെ ജില്ലാ കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ടൂറിസത്തിൻ്റെ വികസനം കുട്ടനാട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പുരോഗമിക്കുന്നതായിട്ടൊരു കാര്യമാണ്. കാരണം കായൽ ടൂറിസമാണ് ഏറ്റവും നല്ലത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയാണ് നമുക്കുള്ളത്, ശ്രീ മുഹമ്മദ് റിയാസ്. വളരെ നല്ല രീതിയിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്ലാൻ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് നമുക്കറിയാം, ആരാധ്യനായ നമ്മുടെ
ജി സുധാകരനിവിടെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് കുട്ടനാട് തന്ന 14 പാലങ്ങളാണ്, ഒന്നും രണ്ടും ഒന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഇപ്പം പിന്നെ പ്രതിഭ തന്നെ ഇവിടെ പറഞ്ഞു 30 കോടിയുടെ ഒരു പാലം ഒരു MLAക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. സാറ് എനിക്ക് 14 പാലം കെട്ടി ഇപ്പോൾ തട്ടാശ്ശേരി പാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റിയും കഴിഞ്ഞിരിക്കുകയാണ്. 77 കോടി രൂപയാണ്. ഇതൊന്നും ചിന്തിക്കാനായിട്ടൊക്കത്തില്ല. ഇതൊക്കെ തരണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാശ് വേണം. കാരണം നമുക്കറിയാം, നമ്മുടെ നല്ല ധനകാര്യമന്ത്രിയാണ് മന്ത്രി. ഇന്ന് ഞാൻ രാവിലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതെ MLA എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്? കാരണം ഇന്ന് നമ്മുടെ എല്ലാം വിഷമമെന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാനുള്ള, നമ്മളാരും ഔദാര്യമല്ല ചോദിക്കുന്നത്, നമുക്ക് ലഭിക്കാനുള്ള GST തരേണ്ട സമയത്ത് തരാനുള്ള മനസ്സ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കണം. കാരണം ഇതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്തും വളരെ നല്ല രീതിയിൽ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് തരേണ്ടതായ കാര്യങ്ങൾ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ വിഷയം. ആ വിഷയം നമ്മളിപ്പോൾ പ്രിയങ്കരനായ മുൻ പൊതുമരാമത്ത് മന്ത്രിയാണ് എൻ്റെ പുറകിൽ നിന്ന് സംസാരിച്ചത്, മോൻസ് മന്ത്രിയായിരുന്ന. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പൊതുമരാമത്ത് ആയിട്ടുള്ള ആളാണ്. അത് മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ മന്ത്രിയാകാനുള്ള വലിയ ഭാഗം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് മോൻസ് ജോസഫിനായാലും തോമസ് ചാണ്ടിക്കായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ ആരും ഞങ്ങളതൊന്നും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ കാര്യം ഇവിടെ പോട്ടെ, സാരമില്ല, അത് നമുക്ക് പുറകെ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് മോൻസിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കാരണം VS അച്യുതാനന്ദനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിനും അറിയാം പൊതുമരാമത്തിൻ്റെ വിഷയം എന്നാണ്, അവിടുത്തെ പ്രയാസം എന്നാണ്, ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സാർ, എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ടൂറിസവും പൊതുമരാമത്തും, നമുക്കറിയാം AC റോഡ് 700 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. അതിനോടനുബന്ധമായി 23 റോഡുകളുണ്ട്. ഇതൊക്കെ ഉയർത്തി പണിതെങ്കിൽ മാത്രമേ കുട്ടനാടിൻ്റെ സമഗ്രമായ വികസനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ കാശ് അനിവാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സമയത്ത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് ചേർന്ന് നിന്ന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളെന്തിനാ പാലം വലിക്കുന്നത്? എനിക്ക് UDF സഹോദരന്മാരോട് പറയാനായിട്ടുള്ളത്, ഇന്ന് വളരെ ശക്തമായ ഒരു നേതൃത്വം, പ്രതിപക്ഷമുണ്ട്. നമുക്കൊന്നിച്ച് നിന്ന് കിട്ടാനുള്ളത് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്കും പ്രയോജനമുള്ളൂ. അല്ല, നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗവൺമെൻറ് തന്നെങ്കിലല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. MLA ഫണ്ട് കിട്ടിയെങ്കിലല്ലേ കാര്യങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. പാലങ്ങൾ കിട്ടിയെങ്കിലല്ലേ കാര്യങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായം ഉണ്ടാകണം, എങ്കിലേ ഒക്കത്തുള്ളൂ. ഈ സമയത്ത് കാല് വരാനും കുറ്റം പറയാനും ഒന്നും നിൽക്കേണ്ട. കാരണം നിങ്ങൾ സാഹചര്യം കൊണ്ട് പറയുന്നതേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ അറിയാം, വളരെ നല്ല രീതിയിലാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. പക്ഷേ നിങ്ങളത് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതിൻ്റെ കുഴപ്പം മറ്റ് ചില ചിന്താഗതികളാണ്. എന്തായിരുന്നാലും അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. എനിക്ക് പറയാനായിട്ടുള്ളത് ഇതേ ഉള്ളൂ, നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ലഭിക്കാനുള്ള കാശൊക്കെ മേടിച്ചെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ധന അഭ്യർത്ഥന ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്.